അങ്ങനെ ഇന്നത്തെ ജോലിയും പാചകമൊക്കെ കഴിഞ്ഞ് ഏറെ നാളായിട്ട് വിചാരിച്ച അൽ ഫുർജാൻ റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഒരു നൈറ്റ് വാക്കാണിന്ന്. സാധാരണ ഇറങ്ങുന്നതിനും അല്പം വൈകിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഷാസമണി എന്തായാലും അൽ ഫുർജാൻ ഏരിയയിലേക്ക് ഇന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ നമ്മുടെ മെട്രോ ഓടുന്നത് കാണാം. നമുക്കിവിടുന്ന് സിഗ്നൽ തിരിഞ്ഞ് നേരെ അൽ ഫുർജാൻ ഏരിയയിലേക്ക് പോവാം. നഖീൽ പ്രോപ്പർട്ടീസ്, അതായത് ദുബായിൽ തന്നെ പ്രമുഖമായിട്ടുള്ളൊരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഈ നഖീൽ പ്രോപ്പർട്ടീസ്. അവിടെ തന്നെയാണ് ഈ അൽ ഫുർജാൻ കമ്മ്യൂണിറ്റി ഏരിയയും. അപ്പം നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ജോഗിങ് വീഡിയോ ആണ്. നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു അൽ ഫുർജാൻ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഷാസമാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അൽ ഫുർജാൻ ഏരിയയാണ്. നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമുക്കിന്നത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് അൽ ഫുർജാൻ ഏരിയയിലേക്ക് നമുക്ക് വെച്ച് പിടിക്കാം. അപ്പോൾ നമ്മുടെ സിഗ്നൽ പച്ച കത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇവിടുന്ന് ക്രോസ് ചെയ്ത് അൽ ഫുർജാൻ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പോകണം. അപ്പോൾ ഒരുപാട് റെസിഡൻഷ്യൽ വില്ലാസ് അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് അൽ ഫുർജാൻ മെട്രോ സ്റ്റേഷനിലാണ്. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അൽ ഫുർജാനിലെ റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് പോകുന്നത്. നമുക്ക് നേരെ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പോകാം. 2009 അൽ ഫുർജാൻ എന്ന കമ്മ്യൂണിറ്റി ഏരിയയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. പക്ഷേ എക്സ്പോ 2020 അതിനുശേഷം ഏറെ ഡിമാൻഡുള്ള സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് അൽ ഫുർജാൻ ഏരിയ. അൽ ഫുർജാനിലേക്ക് എത്തുമ്പോഴുള്ള ആദ്യത്തെ റൗണ്ട് അബൌട്ടാണ് ഈ കാണുന്നത്. ഒരുപാട് വണ്ടികൾ ഇപ്പോൾ റൗണ്ട് അബൌട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന റെസിഡൻസ് ആവാം ഇത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സെറ്റപ്പ്, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ പുറകിൽ കാണാം എത്ര മനോഹരമായിട്ടാണ് ഇവർ ഈ ഈന്തപ്പന ഇത്രയും ലൈറ്റിങ് ചെയ്തിട്ടുള്ളതെന്ന്. വളരെ മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് നമുക്കൊന്ന് നടക്കാൻ ഇറങ്ങാനാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു എയിം. അപ്പം നമ്മൾ ഇവിടെ നേരെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അൽ ഫുർജാൻ ഏരിയയിലേക്ക് പോവാണ്. എക്സ്പോ 2020 എന്നുള്ള മെട്രോ ലൈൻ പോലെ ബസ് സർവീസും ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു റെസിഡൻഷ്യൽ വില്ലയാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കിയൊരു വീട്. ഒരുപാട് ചെടികൾ അതൊക്കെ വെച്ച് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു വീടാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാൾ പോലത്തെ സെറ്റപ്പിലേക്ക് പോവാം. ഇത് അൽ ഫുർജാൻ പവിലിയൻ എന്നാണ് പറയുന്നത്. ഈ കാണുന്ന ഒരു ലിക്വർ സെല്ലിംഗ് ഷോപ്പാണ്. നമുക്കിനി മാളിൻ്റെ ഉള്ളിലേക്ക് പോവാം. യൂറോപ്യൻസ് അതുപോലെ തന്നെ വിദേശികളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഒരല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ ആണിത്. സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ തന്നെ നല്ല കത്തി വിലയാണ് എല്ലാത്തിനും. ഇത് വിവിധ രാജ്യത്തു നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വരുന്ന പഴമാണ്. പല ടൈപ്പുള്ള പഴങ്ങളുണ്ട്. പക്ഷേ വില ഇതിപ്പോൾ ട്യൂണീഷ്യ എന്നുള്ളൊരു വാട്ടർമെലനാണ്. 18.5 ദിറംസ് അതാണ് ഇതിൻ്റെ വില. ഈ കാണുന്നത് അബുദാബിയിലെ ഒരു അറബി കർഷകൻ ഉണ്ടാക്കിയ ടൊമാറ്റോ ആണ്. ഓർഗാനിക് ടൊമാറ്റോ 22 ദിറംസ് അതാണ് ഇതിൻ്റെ വില. അങ്ങനെ പല ടൈപ്പുള്ള ടൊമാറ്റോസ് നമുക്കിവിടെ കാണാം. ഇതാണ് സിർബാനിയ ടൊമാറ്റോ. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ക്യാരറ്റ്. അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഏതായാലും ഈ സൂപ്പർ മാർക്കറ്റ് ഒന്ന് ചുറ്റിക്കാണാൻ ഞാൻ തീരുമാനിച്ചു. ഇത് വെറൈറ്റീസ് ഓഫ് ബ്രെഡാണ്. പല ടൈപ്പുള്ള ബ്രെഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അധികം വെറൈറ്റീസ് ഓഫ് ബ്രെഡ് കാണുന്നത്. പല രൂപത്തിൽ എന്തൊക്കെയോ ചേർത്തിട്ടുള്ളത്, എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അത്തരത്തിലുള്ള പല ടൈപ്പ് ബ്രെഡാണ് ഈ കാണുന്നത്. ഓരോന്നിൻ്റെ വില അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു സാധാ ബണ്ണാണ്. അതിൻ്റെ മുകളിൽ ചീസ് ഒഴിച്ചൊരു ബണ്ണ്. അതിന് 0.75 ദിറം, അതായത് ഏകദേശം നാട്ടിലെത്ര പൈസ
നാട്ടിലൊരു 18 റുപ്യ. അതാണ് ഏറ്റവും കുറഞ്ഞ ബണ്ണിൻ്റെ വില. ഇത് അവക്കാഡോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ബുഫേ പോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇത് ചീസാണ്, പല ടൈപ്പുള്ള ചീസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റീസ് ഓഫ് ചീസ് കാണുന്നത്. ഇത് നമ്മുടെ പ്രോൺസാണ്. നാട്ടിൽ നിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്ത് വരുന്ന നമ്മുടെ ചെമ്മീനാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര ക്വാളിറ്റി. ഇതിപ്പം സാൽമൺ ഫിഷാണ്. അങ്ങനെ പല ടൈപ്പ് ഫിഷസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു മണമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഫ്രീസ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. പക്ഷേ ഫുഡ് വാങ്ങണമെന്നുണ്ട്. പക്ഷേ നമ്മളിത് ജസ്റ്റ് കണ്ട് ഇത് മനസ്സിലാക്കുന്നത് എന്താ ഇവിടെ വാങ്ങാൻ പറ്റില്ല എന്നാണ്. നമുക്ക് ശാസ്ത്രം പറയുന്നത് അവർ കാശ് എടുത്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങാതെ നമ്മൾ പോകാം. ഏതായാലും പൈസയുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതെന്നാണ് ഇത് കാണിച്ചു തരുന്നത്. നമ്മളിങ്ങനെ നോക്കി അവസാനം ഇവിടെ കുറുക്കുറെ കണ്ടു. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുറുക്കുറിൻ്റെ ഒരു വലിയ പാക്കറ്റാണ്. എനിക്കൊന്ന് തലവണയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുണ്ട് ഇത്. അപ്പോൾ നമ്മൾ കുറുക്കുറെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പൈസ നമുക്ക് നോക്കുന്നുണ്ട്. വില ഇതേ എഴുതിയിട്ടില്ല. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഇതിന് 15 ദിറംസാണ് കുറുക്കുറെ മസാലയ്ക്ക്. അപ്പോൾ 15 ദിറംസ് പറഞ്ഞാൽ 320 രൂപയൊക്കെ വരും. ഇത്ര 320 രൂപ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതില്ല ചിപ്സാണ്. മെക്സിക്കൻ തോർത്തില്ല എന്നാണ് അവർ പറയുന്നത്. ചിപ്സ് നോക്കി ഇത് ഇവിടുത്തെ ഒരു തരം ബ്രെഡാണ്. ഏകദേശം ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഒരു മടലിന് അത്രയുണ്ട് ഇത്. ഇവിടുത്തെ ഒരു ബ്രെഡാണ്. വില നോക്കാം. ഇതിൻ്റെ പേര് സ്റ്റോൺ ബേക്ക്ഡ് ബാഗുറ്റേ. ഇതിൻ്റെ വില 6.50 ആണ്. അതായത് നാട്ടിൽ ഏകദേശം ഒരു 130 രൂപ അല്ലേ. രാസമനത്ത് നോക്കുന്നുണ്ട് എന്തോ കണ്ടിട്ട് വാങ്ങാൻ. കടലമിഠായിന്ന് വെച്ച് നോക്കിയതാണ്. പക്ഷേ വില കേട്ടിട്ട് അവൻ ഞെട്ടി. വാങ്ങുന്നില്ലേ? പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള അപ്പം അതെടുക്കാം അല്ലേ. ഓ അത് ഫ്രീയാ? അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് എനിക്കൊന്ന് വെറുതെ എടുത്തിട്ട് അല്ലേ. ഇത് കെനിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു കെനിയൻ പൈനാപ്പിളാണ്. നല്ല രസമുണ്ട് അത് കാണാൻ തന്നെ. നല്ലൊരു മണവും കൂടി വരുന്നുണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ ഒന്നും വാങ്ങാതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ആ കാണുന്നത് അൽ ഫുർജാൻ ക്ലബ്ബാണ്. ഇവിടെ ഒരു ഇതാണ് മാക്കഫേ. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. ഇതാണ് ഇങ്ങോട്ടേക്കുള്ളൊരു മിനി ബസ്. ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡോർ ഓപ്പൺ ചെയ്ത് വീണ്ടും അത് ക്ലോസ് ചെയ്തു. ഇത് ഡോഗ് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു വേസ്റ്റ് ബാസ്ക്കറ്റാണ്.